ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോള് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്കോ? ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടു കാണും. നീ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ നീ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുമോ എന്ന് ജിസേലും ആര്യനും അനുമോളടുത്ത് ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകും എന്നാണ്. ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ആര്യനും ജിസേലും പറയാൻ കാരണം അവർ കിടക്കുന്നത് ക്യാമറയുടെ നേരെ താഴെയാണ്. അതായത് ഇവരുടെ ബെഡിനെ ഫോക്കസ് ചെയ്ത് ക്യാമറയുണ്ട് അവിടെ. ഓരോ ബെഡിനെയും ഫോക്കസ് ചെയ്തുണ്ട്. ബെഡിൽ നടക്കുന്ന ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ജിസേലും അതുപോലെ നമ്മുടെ ആര്യനും ഇവര് ഈ കുറച്ചുകൂടെ നോർത്ത് കൾച്ചറുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അവര് കുറച്ചുകൂടെ സോഷ്യലാണ്. നമുക്കത് മനസ്സിലാവണമെന്നില്ല. അവർ കുറച്ചും കൂടെ സോഷ്യലാണ്. ഞാൻ പറയുന്നത് ലെസ്ബിയൻസ് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് ഒരു ആൺകുട്ടി വന്നു നിന്ന് അവർക്കൊന്നും തോന്നില്ലല്ലോ. അതുപോലെയാണ് പ്യുവർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ചില മനുഷ്യർക്കിടയിൽ ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ അനുമോള് പറയുന്ന പോലെ ഒരു ആണും പെണ്ണും അടുത്തടുത്ത് വന്ന് ഉടനെ കിസ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ടിപ്പിക്കൽ മല്ലുവിന്റെ തോട്ടാണ്. അതിനപ്പുറം അതിലൊന്നും ഒരു കുന്തവും ഇല്ല. മനസ്സിലായില്ലേ? ഇത്രയും ക്യാമറകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കിസ് ചെയ്യാൻ ക്യാമറയുടെ മൂട്ടിൽ തന്നെ വന്ന് ബെഡിന്റെ അവിടെ വന്ന് കിടന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ആൾക്കാരുള്ളപ്പോൾ അവർക്കെന്ത് ബോധമില്ലേ? ഇനി അങ്ങനെ അവർ ചെയ്തെങ്കിൽ അവർക്കതങ്ങ് സമ്മതിച്ചാൽ പോരെ? ആരെങ്കിലും അവരെ പിടിച്ച് മൂക്കി കയറ്റോ? ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ? അപ്പോൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി അവർ രണ്ടുപേരും പറയണം എന്നുണ്ടെങ്കിൽ അനുമോളെ ഈ വീക്കെൻഡ് കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല. അനുമോളെ കയ്യിൽ നിന്ന് ഇത് പോയിട്ടുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്ത സകലരും വെള്ളം കുടിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ഇത്രയും സീസൺസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് വലിയ വില തന്നെ അനുമോള് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി പോലും വന്നേക്കാം. ക്വിറ്റ് ചെയ്ത് പോകേണ്ടി പോലും വന്നേക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മാതിരി പണിയാണ് കേട്ടോ ചെയ്തു വെച്ചത്. ന്യായീകരിക്കാനൊന്നും 1% പോലും ഇതിനകത്തില്ലേ. 1% പോലും ഇല്ല. കാരണം ജിസേലിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ബിഗ് ബോസ് കത്തിക്കും. ആ സ്ത്രീ ആയതുകൊണ്ട് കൊള്ളാം. അവര് ഒരു ബോൾഡ് ആയിട്ടുള്ള ലേഡിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കണ്ട കോപ്രായങ്ങളും ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ടിട്ട് കാണിച്ച നാടകങ്ങളും ഒക്കെ കണ്ട് അവരോട് മിണ്ടാതിരുന്നത്. അവരൊരു ക്ലാസ് ഉള്ള ലേഡി. ഞാൻ അവർ ഒരുപാട് വിമർശിക്കുന്നതാണ് അവരുടെ പല ഗെയിം സ്ട്രാറ്റജിയുടെയും പേരിൽ. പക്ഷെ ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്ത് 101% ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് മാത്രമല്ല അവരായതുകൊണ്ട് ഇത് സഹിച്ചവിടെ നിന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.